ഹായ് ആർമി, ഞാൻ ചൂസനി വണ്ണിൻ്റെ 25 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ എൻ്റെ എക്സാം ഒന്നും കഴിഞ്ഞില്ല. 2 എക്സാം മേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ പിന്നെ ആ എക്സാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് എപ്പിസോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല, കുറേ ലേറ്റായിപ്പോവും. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ എപ്പിസോഡ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡ് വരാൻ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും, എനിക്കറിയില്ല, ഓരോ സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ എപ്പിസോഡ് പോയി കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. അച്ഛനെപ്പോഴാ വന്നേ? അച്ഛനൊന്നും ഇങ്ങോട്ട് ഇല്ലെന്നാണല്ലോ പറഞ്ഞേ. അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ആ കൂടെ ഇങ്ങോട്ടും കൂടെ വന്നേ ഉള്ളൂ. ആ അപ്പോ നിങ്ങൾ ജെ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റിനും ഓക്കെ പറഞ്ഞല്ലേ? ആ പാർത്ത്, ആരെ ഓക്കെ? ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ അത് കള്ളായിപ്പോ. ഞാൻ ഒട്ടും ഓക്കെ അല്ല അച്ഛ. എന്ത് പറ്റി പാർത്ത് നിനക്ക്? ഞാനിപ്പോ ഒറ്റയ്ക്കായ പോലെ തോന്നുന്നു എനിക്ക്. എല്ലാം എൻ്റെ മിസ്റ്റേക്കാ. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ബെസ്റ്റ് മോനായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചുറ്റുമുള്ളവരെ പറ്റി ഒരിക്കൽ പോലും ചിന്തിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ത്രിലോക് അച്ഛൻ്റെ അമ്മയുടെ ബെസ്റ്റ് മോനാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലും അവൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലൊക്കെ അവനവർ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ. എന്നെ സ്നേഹിക്കാൻ ഒരാൾ പോലും ഇല്ല. ഞാനിപ്പോൾ ശരിക്കും ഒറ്റയ്ക്കായി അച്ഛാ. പാർത്ത്, നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? അപ്പൊ ഞാനും നിന്റെ അമ്മയോ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ? പാർത്ത്, നീ ഇങ്ങനെ ചിന്തിക്കുന്ന പറഞ്ഞെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്നെ ആരും സ്നേഹിക്കുന്നെന്ന് മാത്രം നീ പറയില്ല. ഞാനും നിന്റെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ത്രിലോകിനെക്കാളും കൂടുതൽ. എന്നോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിന് അല്പമെങ്കിലും കുറവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിന്നെ ഞങ്ങൾ അന്നും സ്നേഹിച്ചിരുന്നു, ഇന്നും സ്നേഹിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് സ്നേഹിക്കും. പിന്നെ നീ മനസ്സിലാക്കിയെന്ന് പറഞ്ഞല്ലോ, നിന്റെ കൂടെയുള്ളവരെ കൂടെ നീ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന്. അതിന് ഇനി അവസരമുണ്ട് നിനക്ക്. അവരെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലൊക്കെ നിനക്ക് അവരെ കൂടെ നിൽക്കാം. ഇനി എനിക്ക് അവരെ കൂടെ നിൽക്കണം, എല്ലാത്തിനും. താങ്ക്സ് എന്നോട് സംസാരിച്ചതിന്. അത് മതി. പിന്നെ എൻ്റെ മോന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതൊക്കെ ഞാനല്ലേ. പിന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാനും നിന്റെ അമ്മ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, നിന്റെ ഭാര്യയും കൂടിയുണ്ട്. മീനു, അവൾ നിന്നെ അംഗീകരിച്ചുകൊണ്ടാണ് നിന്റെ മുന്നിൽ കഴുത്ത് നീട്ടി തന്നത്. ഇനിയെങ്കിലും എല്ലാം മറന്ന് അവളെ സ്നേഹിക്കാൻ നോക്കുക. പിന്നെ പാർത്ത്, ഞാൻ മീനുന്റെ ചിരി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവളും ചിരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയുവാണെങ്കിൽ അവളുടെ ചിരിയും വർത്തമാനവും ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നടാ നമ്മുടെ വീട്. ഇപ്പോ അത് നമ്മുടെ വീടായിട്ട് എനിക്ക് തോന്നുന്നു പോലുമില്ല. ഹലോ അമ്മ, എന്താ വിളിച്ചേ? അവളുമാരൊരു ടാക്സി വിളിച്ച് വരാൻ പറ. ഞാൻ പോയി കൊണ്ടുവരാം. എന്നാ ശരി. ആരാ പാർത്ത്, നിർമ്മലയാണോ? അമ്മയും മീനാക്ഷിയെയും ലക്ഷ്മിയൊന്ന് പോയി കോളേജിൽ നിന്ന് കൊണ്ടുവരാമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. അമ്മയും അച്ഛാമ്മയും ഇവളുമാരും കൂടെ ചേർത്ത് വൈകുന്നേരം എന്തോ അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവളുമാർ കോളേജ് വിട്ട് ബസ്സിൽ കയറി വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ, അത് അവളുമാർ നേരത്തെ പോയി കൊണ്ടുവരാമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ശരിയാ, ഇന്ന് ഇവരൊക്കെ എന്തോ അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നത് കേട്ടു. എന്ന് വെച്ചാൽ ഞാൻ പോട്ടെ. ഇപ്പം തന്നെ 2:30 3:30 ആകുമ്പോൾ കോളേജ് വിടുമല്ലോ, അതിന് മുമ്പ് എത്തണമല്ലോ. ശരി പാർത്ത്, ചെല്ലുക. गुम हो
वक्त से चुराया था जो अपना बनाया था वो तेरा वो मेरा वक्त से चुराया था जो सपना. സുഖമാണോ നിനക്ക്? മാരീഡ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ആർ യു ഹാപ്പി? ഹാപ്പിയാവുന്നത് എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആലോചിച്ചതൊക്കെ നിങ്ങളെയല്ലേ? ചേട്ടനോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ജർമ്മനിക്ക് പോവാം അച്ഛൻ്റെ അടുത്തേക്ക്. ഇനി എക്സാം എഴുതാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതെന്താ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛനോട് ഓൾറെഡി എക്സാമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനാ വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പം തോന്നി അങ്ങോട്ട് പോകുന്നത് നല്ലത്. അതാ പോകുന്നത്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇനി ഞാൻ എക്സാം എഴുതാനല്ലേ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് അവധിയായിരിക്കും. അപ്പം എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതാ. ഞാൻ കാരണമാണോ ചേട്ടനോടൊന്ന് പോകുന്നത്? നീ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഐ ആം സോറി എല്ലാവർക്കും. മീനു, നീ എന്തിനാടി കരയുന്നത്? മീനു, മീനുട്ടി എടി പാർത്താട്ടം പുറകില്. മീനു നീ പാർത്താട്ടം നമ്മളെ കൊണ്ടുവരാനാ വന്നേക്കുന്നത്. അപ്പച്ചി പനി വിളിച്ച് പറഞ്ഞായിരുന്നു. രണ്ടെണ്ണത്തിനും കഴപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വണ്ടി കയറാൻ നോക്ക്. ലച്ചു മീനും കാറിലേക്ക് കയറാൻ തുടങ്ങി. മീനു കയറുന്നതിന് മുമ്പ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അർജുനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കാറിലേക്ക് കയറി. വീട്ടിലേക്കുള്ള യാത്രയിൽ അവരാരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. പാർത്ഥിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ലച്ചുവിനെ മിനുവിനെ ഇറക്കി വിട്ട് പാർത്ത് അപ്പം തന്നെ അവിടെ നിന്ന് അങ്ങ് പോയി. അവൻ നല്ല ദേഷ്യത്തിലുമായിരുന്നു. മീനു പാർത്തേണ്ടാടി വീട്ടിൽ കയറാതെ പോയ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന പാർത്ത്. പാർത്തേട്ടൻ നിങ്ങൾ ഇവിടെ ഒന്ന് കുടിച്ചു പോകണം. ഞാൻ നിങ്ങൾ എത്ര നാൾ വിളിച്ച് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഫോണൊന്നും എടുത്തുകൂടെ? എവിടെയൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം എത്ര മണിയായി? നിങ്ങൾക്ക് പക്ഷെ 12 മണിയായി. നിങ്ങൾ എന്നോടൊന്നും പറയാതല്ല ഓഫീസ് ഇറങ്ങിപ്പോയത്. വിളിച്ചും പറഞ്ഞ് മീനു ലച്ചനെ വിളിക്കാൻ പോയത്. മീനുവിനെ വിളിച്ചപ്പോൾ മീനു പറഞ്ഞ് അവരാക്കിയിട്ട് അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലെന്ന്. ഇത് ഇപ്പം നിർമ്മലാമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക പാർത്ത് എവിടെ, വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാൻ എന്താ പറയേണ്ടത്? നീ എന്തിനാണ് കിടന്ന് ഉച്ച വെക്കുന്നത്? ബാ, ഇവിടെ വന്നിരിക്കും. ഞാനൊരു കുപ്പി എടുക്കട്ടെ? ചേട്ടാ സത്യം പറ, നിങ്ങളിപ്പോൾ എത്ര കുപ്പി കയറ്റി? ഒരു ബോട്ടിൽ തീർത്തു. രണ്ടാമത്തെ ബോട്ടിൽ തുടങ്ങിയോടാ. ഒരു ബോട്ടിൽ തീർത്ത് രണ്ടാമത്തെ ബോട്ടിൽ തുടങ്ങിയപ്പോൾ ഇത് അവസ്ഥ. ഇത് മുഴുവനും തീർത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണല്ലോ വീട്ടിലേക്ക്. അതിൻ്റെ ആവശ്യമില്ല. പാർത്തെ മകേഷ്, എനിക്ക് നല്ല സ്റ്റാമിനയും സ്ട്രെങ്ത് എല്ലാം ഉണ്ട്. ഞാൻ നടന്ന് പോകും. എൻ്റെ കാറെടുത്ത് ഓടിച്ച് ഞാൻ വീട്ടിൽ പോകും. ഈ ബാറിന്റെ വാതിക്ക് വരാൻ പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോഴാണ് കാറെടുത്ത് ഓടിച്ച് വീട്ടിൽ പോകാൻ പോണേ. ചേട്ടാ നിങ്ങളുടെ പ്രശ്നം എന്താ? എനിക്ക് അറിയാൻ പറ്റി ഞാൻ ചോദിക്കുക. എന്തിൻ്റെ ബോട്ടിൽ മുഴുവൻ നീ കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്? ഞാനും കരുണമാണ് പ്രശ്നം. ഞങ്ങളൊന്നും ചേട്ടനോട് പറയാത്തതുകൊണ്ടാണ്. ഋത്തിക്, നീ എൻ്റെ കുഞ്ഞനിയാണ്. കാരണം
നിങ്ങൾ എന്നോട് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് ഒളിപ്പിച്ചാലും എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് കുടിക്കുന്നത് ചേട്ടാ? അവളന്മാര് കാരണം എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ, സങ്കടവും വരുന്നുണ്ട്. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ചേട്ടൻ എവളന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? വേറെ ആരുടെ കാര്യാടാ? നിന്റെ പെങ്ങന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ലച്ചു മീനു അവരെന്താ ചെയ്തേ? അവരെന്താണ് ചെയ്യാത്തത്? അവരെന്റെ ജീവിതം നശിപ്പിച്ച് വെച്ചേക്കുവാടാ, നശിപ്പിച്ച്. ലക്ഷ്മി, അവളെ ഞാൻ കുഞ്ഞുനാൾ തൊട്ട് നിമിഷം വരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ നിനക്ക് സാധനമില്ല, നിന്നെ ഞാൻ വെറുക്കണമെന്നൊക്കെ വാക്കുകൊണ്ട് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയായിട്ടും എനിക്ക് അവളെൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റിയിട്ടില്ലടാ. ഇനി പറ്റൂന്ന് എനിക്കറിയില്ല. എടാ, എല്ലാ ദിവസവും ആ വീട്ടിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുവാടാ. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ജീവിക്കാൻ സ്വപ്നം കണ്ട പെണ്ണെൻ്റെ അനിയനെ കെട്ടി എൻ്റെ മുന്നിനോട് നടക്കുമ്പോൾ അത് എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റുമോ? ആരെ കൊണ്ടത് പറ്റില്ലടാ എൻ്റെ അവസ്ഥ. പിന്നെ രണ്ടാമത് മീനാക്ഷി, ഇപ്പോൾ മിസ്സിസ് മീനാക്ഷി പാർത്ത്. ലക്ഷ്മി എന്നെ വേദനിപ്പിക്കുന്നൊരു 100 ഇരട്ടി മീനാക്ഷി എന്നെ ഓരോ ദിവസവും വേദനിപ്പിക്കുന്നുണ്ട്. ഋതിക്, നിനക്കറിയോ, അവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് രമ്യാൻ്റെ അവൾ എങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് അമ്മ അവളെ എടുത്ത് എൻ്റെ കൈ വെച്ച് നിന്നിട്ട് പറഞ്ഞു, ഇവളെ നോക്കിക്കോണേന്ന്. അത് ഞാൻ വേദവാക്യം പോലെ അങ്ങ് ഏറ്റെടുത്തു. അവളെൻ്റെ എല്ലാം ആയിരുന്നടാ. അവളുടെ മുഖമൊന്ന് വാടുന്നത്, അവളുടെ കണ്ണിനൊരു കണ്ണുനീര് വീഴുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടും അവൾ എന്നെ വേണ്ടെന്ന് വെച്ച് ത്രിലോകിൻ്റെ അടുത്തിട്ട് പോയി. ഇപ്പോൾ അവളായിട്ട് തന്നെ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വന്നേക്കുക, അതും എൻ്റെ ഭാര്യയായിട്ട്. എല്ലാവരും പറയും മീനു എനിക്കുള്ളതാ, മീനു എനിക്കുള്ളതാ, മീനു എനിക്കുള്ള. അവൾ എനിക്കുള്ളതല്ല. അവൾക്കൊരിക്കലും എൻ്റെ ആകാൻ പറ്റില്ല. ത്രിലോകിൻ്റെ അവളായിരുന്നില്ല, അവൾ അർജുൻ്റെ ആയിരുന്നില്ല, അവൾ ആരുടെ ആയിരുന്നില്ല. അവൾക്ക് ആരുടെ ആകാനും പറ്റത്തുമില്ല, അവൾക്ക് ആരുടെ ആകാൻ പറ്റത്തില്ല. ചേട്ടൻ വായിരുന്നേക്ക് മാറ്റി കുടിച്ചത്. വീട്ടിൽ പോകാൻ നോക്കാം. വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അവളോട് കുറച്ച് പറയണം. അതിനുവേണ്ടി മാത്രം ഞാൻ കുടിച്ചത്. എനിക്ക് അവളോട് കുറച്ച് പറയാനുണ്ട്. ത്രിലോകേട്ടാ, മീനോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോകില്ല കേട്ടോ. നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോകും. അവളോട് ഞാൻ 2 വർത്താനം പറയും. നീ പേടിക്കണ്ട, അവളെ ഞാൻ കൊല്ലില്ലടാ. കുറച്ച് സംസാരിച്ചു മാത്രമേ ചെയ്യൂ. നിങ്ങളിത് എന്ത് ഭാവിച്ച ചേട്ടാ? വാ, ഇരുന്നേക്ക്, വീട്ടിൽ പോകാം. കുടിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് വരുന്ന പാർത്ത്. ഓ, എൻ്റെ ഒരേ ഒരു ഭാര്യ എന്നെ കാത്തു നിൽക്കുമായിരുന്നു ഇവിടെ. ചേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ, നിനക്ക് ഇഷ്ടമായില്ലേ? ചേട്ടൻ വാ, നമുക്ക് റൂമിൽ പോകാം. നിർമ്മലമ്മ കണ്ട ശരിയാവില്ല. വാ. കണ്ടോട്ടെ,
എല്ലാരും കണ്ടോട്ടെ ഞാൻ കുടിച്ചിട്ടാ വന്നു. ഓർത്തേട്ട പറയുന്നേക്ക് വാ റൂമിൽ പോകാം. ചേട്ടാ വീഴാൻ സൂക്ഷിച്ചു വാ. ചേട്ടൻ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ബെഡ് വിരിച്ചിട്ടെ ചേട്ടൻ കിടന്നുറങ്ങാൻ നോക്കാം. മോളെവിടെ ഒന്ന് നിന്ന്. എന്തിനോടെ മൂന്ന് ഞാൻ തൊട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നിന്റെ മറ്റവൻ്റെ കൂടെ കിടക്കുന്ന ആയിരിക്കും ഇഷ്ടമല്ലേ? ഓർത്തേട്ട കുടിച്ചിട്ടുണ്ടെന്ന് വെച്ച് എന്ത് തോന്നി വന്ന് വിളിച്ച് പറയാന്ന് കരുതരുത്. ഓ, നിന്റെ വായിന്ന് ഇങ്ങനെയൊക്കെ മൊഴിയുമായിരുന്നു. സത്യം പറയുമ്പോ നിന്നെ പോലുള്ള ആൾമാർക്കൊക്കെ കൊള്ളൂടി. ഒരുപാട് പറഞ്ഞ് കേറി പോകുന്നുണ്ട്. ഓ, ഞാൻ പറഞ്ഞതാണ് നിന്റെ കുറ്റം. എടി, ഞാൻ കെട്ടി താലി കൊഴുത്തി കിടക്കുമ്പോൾ നിന്റെ മറ്റവൻ്റെ കൂടെ പോയി കിടക്കാൻ ഞാൻ പിന്നെ എല്ലാവരും പറയണ്ടേ? വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല നിങ്ങൾ തമ്മിലിപ്പോ. ചേട്ടൻ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടുന്നതാ. ഓ, ഞാൻ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുന്നതാണ്. അപ്പൊ ഞാൻ നിന്റെ കോളേജിൽ നിന്നോട്ട് വിളിക്കാൻ വന്നപ്പോ നീ അവനെ കെട്ടിപ്പിടിച്ചവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ, അതെന്താ? എന്താ മോടെ നാവിറങ്ങിപ്പോയോ? നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം നിങ്ങൾ കുടിച്ച് പോകാതെ നിൽക്കുന്നത്. ഞാൻ കുടിച്ചിട്ടുള്ളടി, പക്ഷെ എനിക്ക് നല്ല ബോധമുണ്ട്. നല്ല ബോധത്തോടെ തന്നെ ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. ശരിയായിരിക്കും, നിങ്ങൾക്ക് നല്ല ബോധം കാണും. പണ്ടും നല്ല ബോധമുള്ളപ്പോ തന്നെയല്ലേ പല വട്ടികളെ വിളിച്ച് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ എന്തല്ലേ മാറ്റം വരാൻ പോന്നെ. നിനക്ക് പണ്ട് തൊട്ടേ ഞാൻ വൃത്തികെട്ടവനും കൊള്ളാത്തവനൊക്കെ അല്ലേ, പിന്നെ നിന്റെ മറ്റവനായിക്കോലോ നിനക്ക് പുണ്യാണ്. എന്റെ അറിഞ്ഞോട്ട് എനിക്ക് പുണ്യാണ് തന്നെയാ. എന്തുകൊണ്ട് നിങ്ങളെക്കായും ഭേദ എല്ലാത്തിലും. ഓ, അങ്ങനെയാണോ? ഇന്നുകൊണ്ട് അതിൻ്റെ പറഞ്ഞെത്തി കൊടുത്ത് തരോടി. പൊന്നു മോളെ, അവനാണോ ഞാനാണോ ബെറ്റർന്ന് ഇന്ന് ഞാൻ നിനക്ക് തെളിയിച്ച് തരോടി.